ഇയാൾ എന്നെ കുടിക്കുക തന്നെയാ. എതിർത്ത ജഗന്നാഥൻ അങ്കിളിനെ ഇയാൾ വിട്ടുതരില്ല. പോലീസിൽ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആനന്ദംപിള്ള ആളും രക്ഷയില്ല. അമ്മയോട് പറഞ്ഞ ഇക്കാര്യത്തിന് വേണ്ടി അച്ഛനെതിരായി നിൽക്കരുത്, അച്ഛൻ ജയിക്കട്ടെ എന്നേ പറയൂ. എന്ത് ചെയ്യും? അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ മോളിപ്പോ ഇക്കാര്യം ചെയ്യുന്നത്? അതിനെന്താ തെറ്റ്? പ്രതാപവർമ്മ തോൽക്കണം. എന്നാൽ ഞാൻ ജഗന്നാഥനെ നിങ്ങൾക്ക് തിരികെ തരും. താങ്ക് യു മോളെ, താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ട് മോനെ എന്റെ ഇലക്ഷൻ ബോംബ്? ഉഗ്രൻ. ഈ വെറുതെ ഒരു ഒഴുക്കമട്ടിൽ ഉഗ്രൻ എന്ന് പറഞ്ഞാ പോരാ, ഇതാണ് സാക്ഷാൽ ബോംബ്. ഈ രാജ്യങ്ങൾ തമ്മിൽ അന്യോന്യം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബോംബുകളൊന്നും ബോംബുകളെ അല്ല. നിന്റെ ആ പഴയ മുറപ്പെണ്ണ് തകർന്നുപോയി അല്ലട മോനെ? അവള് വിളറി വെളുത്തു പോയില്ലേ? ആ അങ്കിളെ, ഓർക്കാപ്പുറത്ത് അവളുടെ മനസ്സിലേക്ക് വീണ് ബോംബല്ലേ ഇത്? നീ മാടപ്പള്ളിയിൽ ജയിക്കണം. അതെ, ഈ അനന്തംപിള്ളയുടെ ആവശ്യമാണ്. അതിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ആ പിന്നെ അങ്കിളെ, ഈ ഗുഡ് ന്യൂസ് അമ്മയെ വിളിച്ച് പറയണ്ടേ? പറയണോ? ആ വേണം വേണം. അംബികാവർമ്മയും സന്തോഷിക്കട്ടെ. മോൻ വേഗം വിളിച്ചു പറയും. മോനെ ദീപക്കെ. ആമേ, ആദ്യമേ തന്നെ ഒരു സന്തോഷ വാർത്ത അങ്ങോട്ട് പറയട്ടെ. എടാ, സന്തോഷ വാർത്തയാണെങ്കി വെച്ച് താമസിപ്പിക്കാതെ വേഗം പറ. എന്നാലേ ഈ ഇലക്ഷനില് ഞാൻ മാടപ്പള്ളിയിൽ നിന്ന് ജയിച്ച് MLA ആയി കഴിഞ്ഞു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആമേ, ആനന്ദംപിള്ള അങ്കിൾ എന്നെ ജയിപ്പിച്ചിരിക്കുന്നു. എടാ, എങ്ങനെയാണെന്ന് നീ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞേ. അമ്മേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ ആദ്യം ടെൻഷനാവും. പക്ഷേ അമ്മ ടെൻഷനൊന്നും ആവണ്ട. അതൊക്കെ എന്റെ ആനന്ദംപിള്ള അങ്കിൾ ഡീൽ ചെയ്തോളൂ. ഋതികയെ ലോക്ക് ചെയ്ത കാര്യം അങ്ങോട്ട് പറയണ്ട മോനെ. പറയാ അങ്കിളെ. അമ്മേ, ഞങ്ങൾ ആ ഋതികയെ ഒരു കത്രിക പൂട്ടിട്ടങ്ങ് പൂട്ടി. ദേ കേട്ടോ. എടാ, എന്താടാ ഞാനീ കേക്കുന്നേ? സത്യം. അപ്പോ ജഗന്നാഥൻ അയാള് ചത്തിട്ടില്ല അമ്മേ. ഒക്കെ ഈ ആനന്ദൻ അങ്കിളിന്റെ ലീലാ വിനോദങ്ങളാണെന്ന് പറയണ്ട ദീപക് മോനെ.